ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീടിനടുത്ത് തന്നെ സലൂണിലാണ്, പുതിയ സലൂണാണ്, ഓപ്പൺ ആക്കിയിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. അപ്പോൾ അവിടെ പോയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയാണ് ഞാൻ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. എൻ്റെ തലയിൽ ഓൾറെഡി ഡാൻഡ്രഫ് ഉണ്ട്, പിന്നെ ഹെയർ കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കെരാറ്റിൻ ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അത് നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഡ്രയർ വെച്ച് ഉണക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ക്രീം അപ്ലൈ ചെയ്തിട്ട് സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് അത് സ്ട്രെയിറ്റ് ചെയ്യും. ആഫ്റ്റർ അത് അത് വീണ്ടും വാഷ് ചെയ്ത് എല്ലാത്തിനും 1 മണിക്കൂർ അല്ല 1/2 മണിക്കൂർ അല്ലെ 5 മിനിറ്റ്സ് അങ്ങനെയാണ് കേട്ടോ വെയിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കുറച്ച് 4-5 മണിക്കൂർ ഉള്ളൊരു നീണ്ടൊരു പ്രൊസീജിയറാട്ടോ. കുഴപ്പമില്ലായിരുന്നു, മടുപ്പൊന്നും തോന്നിയില്ല. നല്ല സർവീസ് ആയതുകൊണ്ടും പിന്നെ നമുക്ക് വേറെ ഇറിറ്റേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇച്ചിങ്ങും കാര്യങ്ങളൊന്നും തലയിലില്ലായിരുന്നു. സോ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഈ കുട്ടിയാട്ടോ, നോർത്ത് ഇന്ത്യയാണ് ഇവർ. അപ്പോൾ അവിടെ ഉള്ള സ്റ്റാഫെല്ലാം നോർത്ത് ഇന്ത്യൻസാണ്. അപ്പോൾ ഒരാൾ മലയാളി, അവിടുത്തെ ഓണറാട്ടോ, മലയാളി ചേട്ടൻ. ബാക്കിയുള്ളവരെല്ലാവരും ഈ നോർത്ത് ഇന്ത്യൻസാണ്. അപ്പോൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ വെച്ച് ഹെയർ ക്യാപ്പ് വെച്ച് വെക്കും. അപ്പം മുടിയൊക്കെ 1 മണിക്കൂർ നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് വേണം നമ്മൾക്കത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. വാഷ് ചെയ്യുന്നതിന് മുന്നേ അവരത് സ്ട്രെയിറ്റ് ചെയ്തിട്ടാട്ടോ വാഷ് ചെയ്യുന്നത്. അപ്പം ലാസ്റ്റാണ് ഇതിൻ്റെ എല്ലാം റിസൾട്ട് കാണുക. സൂപ്പറായിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഹെയർ നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും ആഫ്റ്റർ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും. നല്ലപോലെ അവിടുന്ന് നമുക്ക് ഷാമ്പൂ കണ്ടീഷണറും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ 1 അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അവരത് ഡ്രയർ വെച്ചിട്ട് ഉണക്കുന്നുണ്ട്, നന്നായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഡ്രയർ വെച്ച് ഉണക്കി കഴിഞ്ഞിട്ടാട്ടോ സ്ട്രൈറ്റിങ് പ്രോസസ്സിലേക്ക് പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ്, അത് ഭയങ്കര പുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു മാസ്ക് ഒക്കെ തന്നു കേട്ടോ അവർ. കാരണം ഭയങ്കര സ്മെല്ലായിരുന്നു, അതായത് ഇങ്ങനെ ഇതിൻ്റെ മണമൊക്കെ. അപ്പം നമുക്ക് ഒത്തിരി ആദ്യമൊന്നും കുഴപ്പമില്ല, പക്ഷേ ഭയങ്കരമായിട്ടും അടിച്ച് കയറുമ്പം ഭയങ്കര മണം, ഇങ്ങനെ ഭയങ്കര മണമായതുകൊണ്ട് നമുക്കവർ മാസ്ക് ഒക്കെ തന്നു. അങ്ങനെ എൻ്റെ ഹെയറെല്ലാം നന്നായിട്ട് സ്ട്രെയിറ്റൻ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടൊരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ടാട്ടോ നമുക്ക് വാഷ് ചെയ്യേണ്ടത്. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് കേട്ടോ സൂപ്പറായിട്ടുള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഹെയർ കുറച്ച് കട്ട് ചെയ്യണമായിരുന്നു.